നമസ്കാരം, ഞാൻ ദിനേശ് സുവർണിക. ഇന്നിപ്പോൾ ആദ്യം കാണിച്ചു വരുന്നത് നമ്മളുടെ മൾട്ടി കളർ ആവുന്ന ഫ്ലവറും അതിൻ്റെ ഒപ്പമുള്ള കുറച്ച് ചെടികളാട്ടോ. ഇത് കണ്ടോ, യെല്ലോ ഒരു ഡിസൈൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ വിത്ത് വന്ന് തുടങ്ങിയിട്ടുള്ള ആ യെല്ലോൻ്റെ കൊമ്പുമ്മേ. ആ ചെടി 3 കളറാണ് കേട്ടോ. 3 ഗ്രാഫ്റ്റും ഒരു നോർമലും 4 കളറിലാണ്. വേണ്ട ആൾക്കാർ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മളുടെ ഡാർക്ക് റെഡ് സിംഗിൾ പെറ്റലും. ഇത്രയും ചെടി കാണിച്ച് തന്നുകൊണ്ട് നമുക്കൊരു ചെറിയ കഥ പറയാം. കഥ നടക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ടൗണിലുള്ളൊരു വീട്ടിലാണ് കേട്ടോ. ഈ കഥയിലെ കഥാപാത്രം ഒരു സാധാരണ വീട്ടമ്മ. അടീനിയം നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ 2 തവണ എൻ്റെ കയ്യിൽ നിന്ന് അടീനിയം വാങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു സ്ഥലം. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഒരു ആഗ്രഹത്തിന് ഒരു 4 അടീനിയം, 2 നാടൻ അടീനിയും 2 ഹൈബ്രിഡ്, അതായത് ഗ്രാഫ്റ്റഡ് അടീനിയമാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും പറയും പലതരം വളങ്ങൾ, 30, 10, 10, 13, 27, 27, അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വളം DAP. അപ്പോൾ നമ്മളുടെ ഈ കഥാപാത്രം അവർ ഈ വളം മേടിക്കാനൊക്കെ പോവാനും ടൗണിൽ പോവാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം 1, 2 തവണ മാത്രം ഈ DAP മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വളം എവിടെയോ വെച്ചതെന്ന് അവർക്ക് ഓർമ്മയില്ല. ഇപ്പോൾ നന്നായിട്ട് അവർക്ക് ചെടി പൂവിട്ട് നിൽക്കുക, നല്ലവണ്ണം പൂവിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് വളപ്രയോഗം ഒക്കെ കൊടുത്തത്, നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഈ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന്. വളം വാങ്ങി വെച്ചത് എവിടെയാന്ന് വിട്ടുപോയി. വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എടുത്തില്ല, വിട്ടുപോയി. ഇപ്പോൾ കൊണ്ട വെച്ചതിൻ്റെ ശേഷം പുതിയ സ്ഥലത്തേക്ക് വന്നതിൻ്റെ ശേഷം നന്നായി പൂവിട്ടു, ഒരു വളവും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കഥയിലെ കഥാപാത്രമായ ഈ വീട്ടമ്മയ്ക്കും ഈ ചെടിക്കും എന്ത് മാജിക്കാണ് സംഭവിച്ചതെന്നാണ് നിങ്ങളോട് പറയുന്നത്. ചോദിച്ചു നിങ്ങൾ ചെടി എവിടെയാണ് വെച്ചത് എന്ന്. ചെടി വെച്ചത് ചിമ്മിനിക്കൂടിൻ്റെ മേലെയാണ്. അടുപ്പ് കത്തിക്കില്ലേ, അടുപ്പ് കത്തിക്കുമ്പോൾ ആ പുക പോകാനുണ്ടാക്കിയിരിക്കുന്ന ആ കൂട്, ചിമ്മിനിക്കൂട്, പുകക്കുഴലല്ല കേട്ടോ, ചിമ്മിനിക്കൂട്. അതിന് വലിയ സ്ലാബ് ഉണ്ട്. ആ സ്ലാബിൻ്റെ മേലെ ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് അവർ അടീനിയം വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കും സന്തോഷമായി, നിറയെ പൂട്ടു, ഒരു വളം കൊടുക്കാതെ. എന്താണ് അങ്ങനെ പൂടാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റോഡ് സൈഡിലുള്ള വാഹനം പോകുന്ന, വണ്ടി പോകുന്ന വഴിയാണെങ്കിൽ ആ വണ്ടി പോകുന്ന വഴിയിലെ അതായത് റോഡ് സൈഡിൻ്റെ 2 ഭാഗത്തുമുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ അത് പൂവിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാവ് റോഡ് സൈഡിലേക്ക് നിൽക്കുന്ന കൊമ്പുകളൊക്കെ നിറഞ്ഞു പോകും, ഉൾഭാഗത്തേക്കുള്ളതൊക്കെ വളരെ കുറവായിരിക്കും പൂവിടുക. അതേപോലെ റോഡ് സൈഡിലുള്ള ചെടികൾ, ബോഗൻവില്ല, ചെമ്പരത്തി, മറ്റുള്ള പൂച്ചെടികൾ മതിലിൻ്റെ മേലെ റോഡ് സൈഡിലേക്ക് വെച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പൂച്ചെടികൾ എന്തായാലും നിറച്ച് പൂവിട്ടിരിക്കുന്നത് എന്തായിരിക്കും കാരണം? ഈ വാഹനങ്ങളിൽ നിന്നും വരുന്ന ഈ പുക, കരി സാധനങ്ങളിലുള്ള പല വാതകങ്ങളെയും ചെടികൾ വലിച്ചെടുക്കും. അതിൽ പല സാധനങ്ങളും വരുന്നുണ്ട്. ഇതിനൊക്കെ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് ഓക്സിജനാക്കി തരുന്നതും നമുക്ക് വായു ശുദ്ധീകരിച്ച് വരുന്നതും ഈ ഇലകളാണ്, ഈ ചെടികളാണ്. ഇനി നമ്മളെ കഥയിലേക്ക് തിരിച്ചു പോവാം. ഈ കാര്യം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിലുള്ള പല വാതകങ്ങളും, അതേപോലെ കരിയുടെ പൊടിയും എല്ലാം ഈ ചെടി വെച്ച സ്ലാബിൻ്റെ സൈഡിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ആ ചെടി അതിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യവും അതിലുള്ള രാസപദാർത്ഥങ്ങളും ഈ ചെടിയെ പൂവിടാൻ ഉത്തേജിപ്പിക്കുമെന്ന് തീർച്ചയാണ്. ഇനി നമ്മളെ കഥയിലെ കഥാപാത്രമായ അവർ പറഞ്ഞത് വളമിടാതെ ചെടി പൂവിട്ടു എന്ന് പറഞ്ഞിട്ട് എന്നും വളരാതെ പൂവിടണമെന്നില്ല. ചെടിയുടെ കരുത്ത് കിട്ടണമെങ്കിൽ എന്തായാലും വളം കൊടുക്കണം. പക്ഷേ ചെടിയെ പൂവിടാൻ സഹായിക്കുന്നത് വെയിലാണ്, ചൂടാണ്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഒരാൾ അയച്ചു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും അത് മനസ്സിലാക്കുന്നത്. എന്നാലും ചില ആൾക്കാർ നെഗറ്റീവായിട്ടുള്ളതായാലും പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായൊരു മെസ്സേജ് ഞാൻ കണ്ടു. നിങ്ങളുടെ ചെടികൾക്ക് ഇത് ഡെസേർട്ട് റോസ് അല്ലേ, ചൂടുവെള്ളം ഒഴിച്ചാൽ പോരെ നന്നായിട്ട് പൂവിടുമല്ലോ എന്ന്. വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. കളിയാക്കി പറഞ്ഞതായാലും നല്ല രീതിയിൽ പറഞ്ഞതായാലും അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. അത് കരുതി എല്ലാവരും ചൂടുവെള്ളം എടുത്തിട്ട് അടീനിയത്തിന് കൊണ്ടുവച്ച് പൂവിടുമെന്ന് വിചാരിക്കേണ്ട. അടീനിയത്തിന് ചൂടാണ് ആവശ്യം. ഇതിൽ
ഉള്ള ഒരു കാര്യം, ഈ ചെടി വെക്കുന്ന സ്ഥലത്തെ സറൗണ്ടിങ്സ് എപ്പോഴും ചൂടായിരുന്നാൽ, അടീനിയത്തിന് മാത്രം ചൂടായിരുന്നാൽ ആ ചെടിക്ക് കൂടുതൽ പൂവുണ്ടാവാനുള്ള ഒരു ഉത്തേജനം കിട്ടും. അപ്പോൾ നമ്മളുടെ ചിമ്മിനിക്കൂടിൻ്റെ മേലെ അടീനിയം വെച്ചപ്പോൾ അവിടെ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ സ്ലാബ് ചൂട് പിടിച്ചിട്ടുണ്ടായിരിക്കാം. ചെടിയുടെ ചുറ്റുഭാഗത്തേക്ക് നല്ല ചൂട് വരും. അതുകൂടാതെ ചെടിയുടെ ചുറ്റുഭാഗത്തേക്ക് വരുന്ന ഈ വാതകങ്ങൾ, ഈ പുകയിലുള്ള സാധനങ്ങളെല്ലാം ചെടി വലിച്ചെടുക്കും. ചെടിക്ക് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവായിരിക്കും, പ്രാണികളുടെ ശല്യം വളരെ കുറവായിരിക്കും. ഇതെല്ലാം കൊണ്ടും നമ്മളെ കോഴിക്കോട്ടെ ആ വീട്ടമ്മയുടെ ചെടികൾ തളിർത്തു, പൂത്തു, നിറഞ്ഞു പൂത്തു. ഈ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും, ഞാൻ എൻ്റെ ടെറസിൽ ചെടികളുടെ ഇടയിൽ പെസ്റ്റിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമൻറ്റ് ചട്ടിയോ മൺചട്ടിയോ എടുത്ത് കുറച്ച് കരിയിലകളിട്ട് കത്തിച്ചതിൻ്റെ ശേഷം അതിന് മുകളിൽ പച്ച ഇലകൾ പൊട്ടിച്ചിടും. അപ്പോൾ വരുന്ന പുക രണ്ട് കാര്യങ്ങളെ എനിക്ക് സഹായിക്കുന്നുണ്ട്. ഈ ചെടികളിലുണ്ടാകുന്ന സ്പൈഡർ മൈറ്റ്, മീലി ബഗ് പോലെ സാധനങ്ങളെ ഒഴിവാക്കുന്നതിനും എൻ്റെ ചെടിയെ കൂടുതൽ പൂടാൻ ഉത്തേജിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയണില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ അവയർനെസ് വീഡിയോസ് കേട്ടും കണ്ടും മനസ്സിലാക്കുക. നമ്മളുടെ പ്രോഗ്രാമുകളിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. താങ്ക് യു.